അഞ്ചരക്കണ്ടി ഡെൻ്റൽ മെഡിക്കൽ കോളേജിലെ നിതിൻ രാജ് എന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വിദ്യാർത്ഥി ആയ നിതിൻ രാജ് അധ്യാപകരിൽ നിന്ന് കടുത്ത മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ആ വിദ്യാർത്ഥി വളരെയധികം അധിക്ഷേപത്തിന്, ജാതീയമായ അധിക്ഷേപത്തിനും അതുപോലെ തന്നെ മാനസികമായ പീഡനത്തിനുമൊക്കെ വിധേയപ്പെട്ടിട്ടുണ്ട്. പുഴുത്ത പട്ടി എന്ന് വരെ വിളിച്ച് ആ വിദ്യാർത്ഥിയെ അധിക്ഷേപിക്കുകയും അവനെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത എന്താ വെച്ചാൽ, ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം ഉള്ള ആളുകളിൽ നിന്നാണ് സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇത്തരം ദ്രോഹങ്ങൾ അല്ലെങ്കിൽ ക്രൂരതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് നമുക്ക് ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും കൂടിയാണ്. ഇത്രയധികം വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടും ഈ 21ാം നൂറ്റാണ്ടിലും ഈ ജാതീയ അധിക്ഷേപങ്ങൾക്ക് അല്ലെങ്കിൽ ജാതീയതയുടെ ഉച്ചനീചത്വങ്ങൾ അത്തരക്കാരിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സോട്ടും കൂട്ടും മോഡേൺ ആധുനിക വിധാനവും വസ്ത്രധാരണവും ഒക്കെയുണ്ട്. മുടി ക്രോപ്പ് ചെയ്തിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, എല്ലാം ചെയ്യുന്ന വളരെ അത്യന്ത ആധുനികമാണെന്ന് നമുക്ക് തോന്നുന്ന വിധം വേഷവിധാനം ചെയ്യുന്നവരുടെ മനസ്സ് ഇപ്പോഴും കുഷ്ഠം പിടിച്ചിരിക്കുകയാണ്. എത്ര കുടഞ്ഞിട്ടും അവരുടെ മനസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഫ്യൂഡൽ എലമെൻറ്റ്സ് തെറിച്ചു പോകുന്നില്ല, പാടെ പോകുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുത നമുക്ക് മനസ്സിലാവുകയാണ്. അത് വെളിപ്പെട്ട് വരികയും ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു അക്കാഡമിക് ഫ്യൂഡലിസം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻറ്റേർണൽ മാർക്സും അറ്റൻഡൻസും റെക്കോർഡ്സ് അറ്റസ്റ്റേഷനും ഒക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ അടിമകളെ പോലെയാണ്, വിദ്യാർത്ഥികളെ അടിമകളെ പോലെ അവർ ഇപ്പോഴും കാണുന്നുണ്ട്. അവർ ഒരു അക്കാദമിക് ഫ്യൂഡലിസം അധ്യാപകരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കൾച്ചറും ആണ് നിലനിൽക്കുന്നത്. അത് പിന്നെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വളരെയധികം കഷ്ടപ്പെട്ടാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളും അത് സഹിക്കണം. മാത്രമല്ല കഠിനമായ ജോലിഭാരവും അധിക്ഷേപങ്ങളും എല്ലാം അല്ലാതെ ശിക്ഷണത്തിൻ്റെ ഭാഗമാണെന്നും എന്നൊരു മനോഭാവമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ പീഡനങ്ങളെ ന്യായീകരിക്കാൻ അവർ മുന്നോട്ട് വയ്ക്കുന്നതും ഇത്തരം വാദമുഖങ്ങളാണ്. വിദ്യാർത്ഥികൾ നേരിടുന്ന പരാതികൾ കേൾക്കാനായിട്ടും അത് പരിഹരിക്കാനും കോളേജുകളൊന്നും വളരെ കൃത്യമായ സംവിധാനങ്ങളില്ലതാനും. അപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇത്തരം കഠിനമായ അല്ലെങ്കിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അവർക്ക് അത്തരം വിദ്യാലയങ്ങളിൽ നിന്നും ലീഗലായിട്ടോ അല്ലെങ്കിൽ മോറലായിട്ടുള്ള യാതൊരു വക സപ്പോർട്ടും ധാർമ്മികവും അതുപോലെ തന്നെ നിയമപരവുമായിട്ടുള്ള പിന്തുണ കിട്ടുന്നില്ല എന്ന ഒരു വസ്തുത കൂടിയാണ് കൂടുതൽ തെളിഞ്ഞു വരുന്നത്. ഇത് നമുക്ക് പൂക്കോട്ട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേരള സമൂഹം മൊത്തം ചർച്ച ചെയ്തുമാണ് ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടരുത് എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുമാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ടുണ്ടായതാണ്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണം എന്ന് വരെ നമ്മൾ പറഞ്ഞു പോയി, അത് അനുവദിച്ചുകൂടാ എന്നുള്ളത്. എന്നാൽ ഇത് വളരെ അഭ്യസ്തവിദ്യരായ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമുള്ള അധ്യാപകരിൽ നിന്ന് തന്നെ ഒരു നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും അതേപോലെ തന്നെ സമ്പത്തിൻ്റെ പേരിലുമൊക്കെ വിവേചനം ഒരു വിദ്യാർത്ഥിക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് സർവ്വസാധാരണ
അസാധാരണമായിട്ടൊരു കാര്യം തന്നെ ആയിരിക്കും. ഒരു കുട്ടി മരിച്ചത് കൊണ്ട് മാത്രം അത് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നിതിൻ രാജ് എന്ന വിദ്യാർത്ഥി ഒരുപക്ഷെ ചിലപ്പോൾ റിസർവേഷനിൽ കയറി വന്ന വിദ്യാർത്ഥിയായിരിക്കാം, ഒരുപക്ഷെ മെറിറ്റിലായിരിക്കാം. അപ്പോൾ OBC അല്ലെങ്കിൽ SC/ST റിസർവേഷനിൽ വന്നവരെ അധ്യാപകർക്കും സഹപാഠികൾക്കും പുച്ഛമായിരിക്കും. കാരണം അവരൊക്കെ കുത്തിയിരുന്ന് രാഗി പഠിച്ച് എത്രയും അറിവുണ്ടായിട്ടും, അതായത് അറിവ് എന്ന് പറയുന്നത് എൻട്രൻസ് ടെസ്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് മെമ്മറി ടെസ്റ്റാണ് മെമ്മറി ഈസ് പുട്ട് ടു ടെസ്റ്റ്, ഓർമ്മയാണ് പരിശോധിക്കപ്പെടുന്നത്. മാത്രം കുട്ടിക്ക് എത്ര കണ്ട് പാഷനുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്നൊന്നും പരിശോധിക്കപ്പെടുന്നില്ല. അവരുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഒന്നും തന്നെ പരിശോധിക്കപ്പെടുന്നില്ല. വെറുതെ ഈ കുറേ ബൈഹാർട്ട് പാടാപ്പാടം പഠിച്ച് ആ റോട്ട് ലേണിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുത്തുന്നതിൽ നിന്നാണ് ഇവർ വിദ്യാർത്ഥിയെ അർഹനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതിൽ കുട്ടികളുടെ നൈസർഗികതയ്ക്കും അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിക്കും അതൊന്നും തന്നെ പരിശോധിക്കപ്പെടുന്നുമില്ല. അപ്പോൾ ഈ ആംബിഷൻ മാത്രമാണ് അവിടെ പരിശോധിക്കപ്പെടുന്നത്. അങ്ങനെ വരുന്ന കുട്ടികളിൽ നൈതികത വളരെയധികം കുറഞ്ഞു പോരുന്നു. ഈ അധ്യാപകരുടെ ഇടയിലും നൈതികത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുക. കാരണം അവർക്ക് പാഠപുസ്തകവും സിലബസും മാത്രമേ അറിയുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലായത്. അതിൻ്റെ അപ്പുറത്ത് ഒരു പ്രൊഫഷണൽ എത്തിക്സും അല്ലെങ്കിൽ നൈതികതയും മോറൽ ഒബ്ലിഗേഷനും ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം എന്നും അങ്ങനെ തന്നെ കിടക്കുകയല്ലല്ലോ വേണ്ടത്. അവർ റിസർവേഷനിലാണെങ്കിലും കയറി വരട്ടെ, മുന്നോട്ട് പോകട്ടെ, അവർക്ക് വേണ്ടതായ ധാർമ്മിക പിന്തുണ നൽകാം. അല്ലെങ്കിൽ അവർക്ക് ലാഗ് സംഭവിച്ച കൾച്ചറൽ ലാഗ് ഉണ്ട്. ആദ്യത്തെ തലമുറയ്ക്കായിരിക്കാം വിദ്യാഭ്യാസം കിട്ടുന്നത്. അതുകൊണ്ട് ആ ലാഗ് എങ്ങനെ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ആ ബ്ലാങ്ക് എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളൊരു ശ്രമം നടത്തേണ്ടത് അധ്യാപകരാണ്. അവരെ റിഫൈൻ ചെയ്തുകൊണ്ട് മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വമുള്ള അധ്യാപകരിൽ നിന്ന് തന്നെ ജാതീയതയുടെ പേരിലുള്ള വിവേചനവും കൊടും ക്രൂരതയും ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് പറഞ്ഞാൽ സാംസ്കാരിക കേരളത്തിന് നാണക്കേട് തന്നെയാണ്. അപ്പോൾ തുടക്കം മുതലേ എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്, കുഞ്ഞുങ്ങളിൽ ഇംബൈബ് ചെയ്യേണ്ട ഒരു മൂല്യം എന്നുള്ളത് വർക്ക് ഈസ് വർഷിപ്പ് എന്നാണ്. അതായത് വേല ആരാധനയാണ്. ഈ ഡോക്ടറുടെ വേല മാത്രമല്ല, ഈ സ്റ്റാറ്റസ് ആണല്ലോ മറ്റുള്ളവരെ പുച്ഛിച്ച് കാണാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇതൊന്നുമല്ല. മാനവികത ഇല്ലാത്ത ജ്ഞാനം ബോഷ്കാണ്. അത് ഇത്രയും പഠിച്ചിട്ട് എന്താ മാനവികത ഇല്ലെങ്കിൽ ആ നോളജ് കൊണ്ട് ഈ ഡോക്ടർമാർക്ക് എന്താണ് ഉപകാരം? ഈ ഡോക്ടർമാരെ കൊണ്ട് അവർ ഇതിലപ്പുറം ചെയ്യാൻ യാതൊരു വക ദാക്ഷിണ്യം കാണിക്കാത്ത ആൾക്കാരാ എന്നല്ലേ ഇത് വിളിച്ചു പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കൊടും ക്രൂരതകൾ! കാരണം ജീവൻ കിടക്കുന്ന അവരുടെ കയ്യിലാണ്. അതിലൊരു അധ്യാപകൻ കുഞ്ഞിനോട് പറഞ്ഞു എന്ന് പറഞ്ഞ്, ഞാൻ ഇതിനു മുന്നേ ഒരാളെ കൊന്നിട്ടുള്ളതാണ്, രണ്ടാമത്തെ ആൾ നീയാവരുത് എന്ന് പറയുന്നത് നമ്മളെ മുഴുവൻ ഞെട്ടിക്കുകയാണ്. അപ്പോൾ അത്തരം അഴുക്ക്, അത്തരം കൊടും ക്രൂരത ഒരു അധ്യാപകൻ്റെ മനസ്സിലുണ്ടെങ്കിൽ കേരള സമൂഹം എത്ര കണ്ട് വികലമാവും. ഇത്തരം അധ്യാപകരുടെ കയ്യിലൂടെ കടന്നുപോയ കുഞ്ഞുങ്ങളൊക്കെ എത്ര വികലമായ ഡിസ്റ്റോർഡഡ് പേഴ്സണാലിറ്റി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളോടൊക്കെ പഠിപ്പിക്കേണ്ടത് ഡോക്ടറാണ് സോഷ്യൽ ഹൈറാർക്കിയിലെ ഏറ്റവും വലിയവൻ എന്നല്ല. വർക്ക് ഈസ് വർഷിപ്പ്. വേല ആരാധനയാണ്. ഏത് വേല എടുത്താലും കുഴപ്പമില്ല, മനുഷ്യനായിരിക്കണം. പിന്നെ അവൻ ഇത്തരം ഈ സിസ്റ്റം ഉണ്ടല്ലോ, ഒരു 16 വയസ്സാകുമ്പോഴേക്കും പരീക്ഷ എഴുതി പാസ്സായിട്ട് നമ്മൾ ഓരോ ജോലിയിൽ അല്ലെങ്കിൽ MBBSനോ BDSനോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങിനോ കയറി പറ്റണമെന്ന് എന്ന കാലഹരണപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായം റീഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. കാരണം ആപ്റ്റിറ്റ്യൂഡ് വരുമ്പോൾ എല്ലാവരും എന്ത് വേലയും പഠിക്കട്ടെ. വേല ആരാധനയാണ്. ഏത് സമയത്തും വേണമെങ്കിൽ നമുക്ക് ആപ്റ്റിറ്റ്യൂഡും പാഷനും വരുമ്പോൾ ആ വ്യക്തിക്ക് ആ ജോലിയോട് അല്ലെങ്കിൽ ആ ഡിസിപ്ലിനോട് ഒരു പാഷൻ വരുന്ന സമയത്ത് അവർക്കത് പഠിക്കാനുള്ള അവസരം ഭരണകൂടങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ
അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത്തരം സംഭവങ്ങളൊക്കെ ഇല്ലാതാവുകയുള്ളൂ. ഈ ഡോക്ടർ എന്നുള്ളത് മഹാസംഭവമാണ്. പണ്ട് നമ്മുടെ 10ാം ക്ലാസ് തൊട്ടിട്ട് അല്ലെങ്കിൽ 11ാം ക്ലാസ് തുടക്കം തൊട്ടിട്ട് എൻട്രൻസ് കോച്ചിങ്ങിന് പറഞ്ഞയക്കും. തൃശ്ശൂരുള്ള ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലെ ഒരു പേരെടുത്ത അധ്യാപകൻ കുട്ടികളെ, ആരാണ് ആ മീൻ കച്ചവടക്കാരൻ, അവനെ എന്നൊക്കെ പറഞ്ഞ് ചോക്കെടുത്തെറിയുക, തന്തയ്ക്ക് വിളിക്കുക, തള്ളയ്ക്ക് വിളിക്കുക, പട്ടി എന്നൊക്കെ വിളിക്കുക. പക്ഷെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ മറ്റേ ടീച്ചേഴ്സ് ചെറിയൊരു പണിഷ്മെൻറ്റ്, ചെറിയൊരു ശിക്ഷാവിധി കൊടുക്കുമ്പോഴേക്കും രക്ഷിതാക്കളുമായി കയറി വരുന്ന ഈ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ അവരോട് പറയുന്നു അവിടെ പോയി നിശബ്ദരായിരിക്കുക. കാരണം അദ്ദേഹം പഠിപ്പിച്ച് ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ അവർക്കറിയാം, ഫെമിലറാണ്, അവർ എങ്ങനെയാണ് ചോദ്യാവലി വരുന്നത് എന്ന് അറിയാവുന്ന ഒരു അധ്യാപകനാണ്. അത് സഹിച്ചു നിന്ന് ആ പരീക്ഷ എൻട്രൻസ് അഭിമാനത്തിന് ഏൽക്കുന്ന ക്ഷതങ്ങളെല്ലാം തന്നെ മറന്നു കഴിഞ്ഞ് അത് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ നിനക്ക് MBBSന് കിട്ടും, BDSന് കിട്ടും, എഞ്ചിനീയറിങ്ങിന് കിട്ടും. അതുകൊണ്ട് നിൻ്റെ അഭിമാനത്തിന് ഏൽക്കുന്ന ക്ഷതമൊന്നും ഒന്നും പ്രശ്നമല്ല, അതൊക്കെ നിസ്സാരമാണ്. അങ്ങനെ അഭിമാനിയല്ലാത്ത ഒരു തലമുറയെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി രക്ഷിതാക്കൾ അവിടെ എല്ലാ കാര്യങ്ങളിലും കോംപ്രമൈസ് ആവും. അപ്പോൾ അത്രയധികം അഭിമാനക്ഷതം ഏറ്റുവാങ്ങിയൊരു വിദ്യാർത്ഥിക്ക് മറ്റുള്ളവരോടൊന്നും നന്നായി പെരുമാറണമെന്നും ഒന്നുമില്ല. കാരണം അവൻ ജീവിതത്തിൽ നല്ല വാക്കുകൾ കേട്ടിട്ടില്ല. അവൻ മത്സരത്തിൻ്റെ ട്രിക്സ് മാത്രം, മത്സരത്തിൻ്റെ ഇക്വേഷൻസാണ് പഠിച്ചിട്ടുള്ളൂ. മത്സരത്തിന് വേണ്ടിയിട്ടുള്ള സംഗതികൾ എന്താണ്, ആരെ വെട്ടിമാറ്റിയും എന്ത് അഭിമാനക്ഷതം സംഭവിച്ചും സോഷ്യൽ ഹയറാർക്കിയിൽ ലാഡറിൽ കയറിപ്പോകാനുള്ള എല്ലാ ടെക്നിക്സും പഠിക്കുക എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ സഹജീവിയെ സ്നേഹിക്കുക എന്നുള്ള ഒരു പാഠമൊന്നും വിദ്യാർത്ഥിക്ക് അധ്യാപകരിൽ നിന്ന് അവിടെ നിന്ന് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ അധികാര ദുർവിനിയോഗവും ജാതീയതയും കാലഹരണപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായവും ഒക്കെ തന്നെയാണ് ഈ നിതിൻ രാജ് എന്ന പ്രതിഭയെ ഇല്ലാതാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ അധ്യാപകരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് മാത്രം നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക. അതിൽ കുറഞ്ഞ ശിക്ഷ അവരർഹിക്കുന്നില്ല. ആദ്യം തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് അവരുടെ സത്യസന്ധത അവർ കോടതിയിൽ തെളിയിക്കട്ടെ. പക്ഷെ പിരിച്ചു വിട്ടുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ ഇത്രയും വലിയൊരു അവർ വളരെ വൾണറബിളായിട്ടുള്ള സൊസൈറ്റിയെ പ്രതിനിധാനം ചെയ്യുന്നൊരു വിദ്യാർത്ഥിയാണ്, അതിന് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ഒരു അഹങ്കാരത്തിലാണല്ലോ ഈ സവർണ ജാതിക്കാരായ ഈ അധ്യാപകരെ ഈ കുഞ്ഞിനോട് ഇത്രയും മോശമായി പെരുമാറിയത്. ഈ അവരുടെ അപ്രമാദിത്വവും താൻ പോരുമയും അത് മാറ്റി വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കാലത്തിനനുസരിച്ച് റിഫോം ചെയ്യേണ്ട ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യത കൂടിയാണ്. നന്ദി, നമസ്കാരം.